ഹായ്. അപ്പം നമ്മൾ കുഞ്ഞിക്കോയി നിറച്ച് പൊരിക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മളെ സ്ഥിരം സ്ഥലം തന്നെയാണ്. അതായത് അജ്മാനിൽ അൽത്തല്ല എന്ന് പറഞ്ഞ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു. മൊത്തം ക്യാമ്പിങ്ങും ബാർബിക്കും എല്ലാ പരിപാടി. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം കച്ചറായിട്ട് കിടക്കുകയാണ്. സംഭവം കച്ചറിട്ട് കഴിഞ്ഞാൽ ഇവിടെ 10,000 ദിർഹംസ് ഫൈൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കണക്കിന് ഫൈൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ ബലതീന്റെ സാലറി കൊടുക്കാനുള്ളത് ഇവിടുന്ന്. ഞാനിപ്പോ ഒരു ഇവിടേക്ക് ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി നമ്മൾ ഈ അടുപ്പ് കൂട്ടാനുള്ള ഒരു സെറ്റപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാണുന്ന സാധനമാണ് നമ്മളെ അടുപ്പ്. അതിന് 10 ദിർഹംസ് വില ഉള്ളൂ. പക്ഷെ നമ്മളെ ഉദ്ദേശിച്ച പോലെ അത് കത്തി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പരിപാടി നടക്കും, അല്ലെങ്കിൽ നമ്മൾ പരിപാടി ഡിസ്പോസ് ചെയ്യേണ്ടി വരും. അപ്പൊ 3 ഐറ്റംസ് ആണ് നമ്മൾ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ എഗ്സ് ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, ഒനിയൻ ഉണ്ട്, ടൊമാറ്റോ, കോളിഫ്ലവർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ മാറിനേറ്റ് ചെയ്ത് ചിക്കറ്റിന്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് പൊരിച്ചെടുക്കാനാണ് നമ്മളെ പ്ലാൻ. അപ്പൊ ആദ്യം നമുക്ക് ഈ എഗ്സ് ഒക്കെ ഒന്ന് ബോയിൽ ചെയ്തിട്ടെടുക്കണം. അങ്ങനെ നമ്മൾ എഗ്സ് ഒക്കെ ബോയിൽ ആയിട്ട് വരുമ്പോഴത്തേന് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ട് ഇടണം. കോളിഫ്ലവർ നമുക്ക് ഏകദേശം ഇത്ര മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിലേ നമ്മളെ ചിക്കന്റെ പള്ള ചെറുതായതുകൊണ്ട് അതിൽ ഇതെല്ലാം കൂടെ കൊള്ളൂല. അപ്പൊ നമ്മൾ ആ എഗ്സ് എല്ലാം ബോയിൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം മെത്തേഡിൽ കോളിഫ്ലവർ ബോയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോളിഫ്ലവർ ബോയിൽ ആയി വരട്ടെ. അപ്പൊ ഇതിന് നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ കോളിഫ്ലവർ ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മളെ ഇൻഗ്രീഡിയൻസ് എല്ലാം മാറിനേറ്റ് ചെയ്തിട്ടിടണം. പിന്നെ നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണം. കാരണം മസാലയൊക്കെ നല്ല അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി കിട്ടണ്ടേ. അപ്പോൾ ഇതൊന്ന് വരഞ്ഞെടുക്കാം ശരിക്ക്. ഇപ്പൊ നമ്മള് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മാറിനേറ്റ് ചെയ്ത് നേക്കാക്കി എടുക്കണം. അതിനായിട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ വേണം. അപ്പോൾ അതിനായിട്ട് ചില്ലി പൗഡർ, ടർമറിക്, കൊറിയാൻഡർ പൗഡർ, അതേപോലെ ബ്ലാക്ക് പെപ്പർ പൗഡർ, സോൾട്ട്, ലെമൺ ജ്യൂസ്, ഇതാണ് മെയിനായിട്ട്. കൂട്ടത്തിൽ കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ മാരിനേഷനിൽ വെള്ളം വെച്ചത് കൂടി പോയോന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? എന്തായാലും സാരല്ല, നമ്മൾ സെറ്റാക്കി എടുക്കും. അപ്പൊ അങ്ങനെ മാരിനേഷൻ റെഡി. ഇനി നമ്മള് ചിക്കൻ സ്റ്റഫ് ചെയ്ത് ഒന്ന് ഈ മസാലയിലൊക്കെ ഒന്ന് കുളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുളി കഴിഞ്ഞ ചിക്കൻ റസ്റ്റിലാണ് സുഹൃത്തുക്കളെ, റസ്റ്റിലാണ്. അപ്പൊ ചിക്കന്റെ റസ്റ്റ് കഴിയുമ്പത്തിന് നമുക്കൊരു കട്ടൻ അടിക്കാം. നമ്മളെ 10 ദിർഹംസിന്റെ സ്റ്റൗ ഉണ്ടല്ലോ, പുലിയുണ്ടോ പുലി, കാരണം ഉണ്ടല്ലോ ഫ്ലെയിം ഒന്നും ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പൊ നമ്മളെ ചിക്കന്റെ റസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മള് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ചൂടാക്കി വെക്കാം. ചൂട് എന്ന് പറഞ്ഞാല് ചിക്കനാണ് ഇടുമ്പോ തന്നെ പൊരിഞ്ഞിട്ട് കയറണം, അമ്മാതിരി ചൂടാക്കി. അപ്പൊ നമ്മളെ ചിക്കൻ റസ്റ്റിന്റെ ഒക്കെ സുഖത്തിൽ മസാലയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ പൊരിച്ചെടുക്കും നമ്മള്. അപ്പൊ നമ്മളെ ഓയില് ചൂടായിട്ടുണ്ടാവും എന്ന് തോന്നണം. ഒരു ഓയിൽ ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷെ ഓയിൽ ടെസ്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് വേറെ മെത്തേഡ് ഉണ്ട്. അതായത് ഈ ചിക്കൻ ഇതിന്റെ മേലെ ഇങ്ങനെ തൂക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം വറ്റും. അപ്പൊ അതിങ്ങനെ പൊട്ടി തെറിക്കും. അങ്ങനെയാണ് നമ്മളെ ഓയിൽ ടെസ്റ്റിങ്. പൊളിയല്ലേ?
പതുക്കെ പൊരിഞ്ഞു വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് പതുക്കെ നൈസിൽ പൊക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പൊ അങ്ങനെ നമ്മളെ കുഞ്ഞിക്കോയി നിറച്ച് പൊരിച്ചത് അഥവാ സ്റ്റഫ്ഡ് ബേബി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കട്ടൻ ഇല്ലാതെ എന്ത് ടേസ്റ്റിംഗ് അല്ലേ? അപ്പോ ഒരു കട്ടൻ കൂട്ടി അടിക്കാം. അപ്പൊ സാധനം റെഡി. ഇനി നമ്മള് മറ്റേ ടിക്ടോക്കിൽ ആള് പറഞ്ഞ പോലെ അടിയോടടി പൊടിയരിക്കാൻ ചെയ്യും. അപ്പൊ ഒന്നും പറയല്ല, സാധനം അടിപൊളിയാണ്. അപ്പോ ഈ അവസരത്തിൽ എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മളെ 10 റംസിന്റെ സ്റ്റൗവിനോടാണ്. ഒന്നും പറയല്ല, പൊളി സാധനം. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അജിമാൻ ഗിഫ്റ്റ് ചെയ്യാൻ വന്നാൽ മതി. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, ഈ ആഴ്ച ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആമസോൺ ഇന്ത്യയിലും സാധനം അവൈലബിൾ ആണ്, പക്ഷെ പ്രൈസ് 700 റുപ്പീസാണ്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ കുഞ്ഞിക്കോയി നിറച്ച് പൊരിച്ചത്, അതായത് ഫ്രൈഡ് സ്റ്റഫ്ഡ് ബേബി ചിക്കൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.